നമസ്കാരം, ഞാൻ ഡോക്ടർ എ ആർ സ്മിത് കുമാർ, കൊട്ടാരക്കരയിലെ നെല്ലിക്കുന്നം അരീക്കൽ ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫ് ഫിസീഷ്യനാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് മലബന്ധമാണ്. കുട്ടികൾ മുതൽ വൃദ്ധർ വരെ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് മലബന്ധം. ആഹാരത്തിൻ്റെ ഡൈജഷൻ, അതേപോലെ തന്നെ അതിൻ്റെ ശോധന, ഇതെല്ലാം ആയുർവേദത്തിലെ സംബന്ധിച്ചോളം വളരെ പ്രധാനമാണ്. അപ്പോൾ ശോധന ശരിയായില്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നത്തിലേക്കും ആരോഗ്യ പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് മലബന്ധം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും ആയുർവേദ ഡോക്ടർമാരാണെങ്കിൽ മലശോധന എങ്ങനെ ഉണ്ടായിരുന്നു, എത്ര കൃത്യമായിട്ട് പോയി എന്നുള്ളത് എപ്പോഴും ഒരു ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാറുണ്ട്. പലപ്പോഴും ആൾക്കാർ ചോദിക്കുന്ന കാര്യമുണ്ട്, ഈ അപ്പിപോയ കാര്യമാണ് ആയുർവേദ ഡോക്ടർമാർ ചോദിക്കുന്നുള്ളത്. അപ്പിപോയ കാര്യം വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെയാണ് ആയുർവേദ ഡോക്ടർമാർ ഈ മലശോധനയുടെ സംബന്ധിച്ച് പ്രത്യേകിച്ച് വളരെ കൃത്യമായിട്ട് ചോദിച്ച് അറിയുന്നത്. ഇന്ന് മലബന്ധം ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ്. ഈ മലബന്ധത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ആഹാര രീതികൾ തന്നെയാണ് മലബന്ധത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ വറുത്തതും പൊരിച്ചതും, അതേപോലെ തന്നെ നാര് കുറഞ്ഞിട്ടുള്ള ആഹാര രീതികളെ, അതേപോലെ തന്നെ ബേക്കറി ആഹാരങ്ങളെ, അതേപോലെ ചായ, കട്ടൻ ചായ, വെള്ള, റവ തുടങ്ങിയവയൊക്കെയാണ് പ്രധാനപ്പെട്ട ഒരു കാരണങ്ങൾ. അതിനൊപ്പം തന്നെയാണെങ്കിൽ ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുക. ഇനിയിപ്പോൾ വേനൽക്കാലമൊക്കെയാണ് വരുന്നത്, ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുന്നതും മലബന്ധത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. അതേപോലെ കൂടുതൽ സമയം ഇരുന്നുള്ള ജോലി, കൃത്യസമയത്തിന്, അതായത് രാവിലെ ഒരു കൃത്യസമയം, എപ്പോഴും മലശോധനയ്ക്ക് ഒരു ടൈം കൃത്യമായിട്ടുണ്ടായിരിക്കണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ മലശോധന ഉണ്ടാവേണ്ടത് ആരോഗ്യത്തിന് വളരെ അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ കൃത്യമായിട്ടൊരു രാവിലെ ഒരു മലശോധനയ്ക്കുള്ള കൃത്യമായ സമയമില്ലാതിരിക്കുന്നതും പലപ്പോഴും ഈ ഒരു മലബന്ധം അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷനിലേക്ക് നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതേപോലെ തന്നെയാണെങ്കിൽ മലവേഗം തടഞ്ഞു നിർത്തുക, വേഗങ്ങൾ തടഞ്ഞു നിർത്തുന്നത് പലപ്പോഴും ഒരുപാട് രോഗങ്ങളിലേക്ക് കാരണമായിട്ട് മാറും. അപ്പോൾ ആയുർവേദം കൃത്യമായിട്ട് പറയുന്നുണ്ട്, വേഗങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ തടയാൻ പാടില്ല. അപ്പം മലശോധനയ്ക്കുള്ള തോന്നൽ അല്ലെങ്കിൽ മലം പോകാനുള്ള തോന്നൽ തടഞ്ഞു നിർത്തുന്നത് മലബന്ധത്തിലേക്ക് നമ്മളെ നയിച്ചേക്കാം. അതേപോലെ ചില രോഗങ്ങൾ തന്നെയാണെങ്കിൽ ഈ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധത്തിന് കാരണമാകും. പ്രത്യേകിച്ച് അർശസ് ഉള്ള രോഗികൾക്ക് മലബന്ധം ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇതിനൊപ്പം തന്നെ അർശസിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൂടെ ചെയ്യേണ്ടതാണ്. ഇതിനൊപ്പം തന്നെ അർശസ് മാത്രമല്ല, ഫിസ്റ്റുല, അതേപോലെ തന്നെ IBS എന്ന് പറയും, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, ഇത്തരം രോഗികളിലും മലബന്ധം അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഒരു കാരണമായിട്ട് മാറിയേക്കാം. അപ്പോൾ അത്തരം രോഗികൾക്കാണെങ്കിൽ അതിനനുസരിച്ചുള്ള ചികിത്സ കൂടെ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇത് കൂടാതെ പ്രമേഹ രോഗികളെ, ഹൈപ്പോതൈറോയിഡിസം, നട്ടെല്ലിനുണ്ടാകുന്ന ചില രോഗങ്ങൾ, അർബുദങ്ങളെ, ഇതൊക്കെയാണെങ്കിൽ പലപ്പോഴും ആണെങ്കിൽ ഈ മലബന്ധത്തിലേക്ക് നയിക്കാം. ഇത് കൂടാതെ ചില ശാരീരിക അവസ്ഥകളും മലബന്ധത്തിലേക്ക് നയിക്കാം. ഉദാഹരണത്തിനാണെങ്കിൽ പ്രഗ്നൻസ് പീരീഡിലെ, അതേപോലെ തന്നെയാണെങ്കിൽ പ്രായാധിക്യം വരുമ്പോഴും സ്വാഭാവികമായിട്ടും ആണെങ്കിൽ പലപ്പോഴും ആണെങ്കിൽ ഈ കോൺസ്റ്റിപ്പേഷൻ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നേരത്തെ പറഞ്ഞ ആഹാര രീതികൾ കൂടാതെ കൃത്യമായിട്ട് ടോയ്ലറ്റിൽ പോകാനൊരു പരിശീലനം കൊടുക്കണം, കൃത്യസമയത്തിന് പോകണം. അതേപോലെ തന്നെയാണെങ്കിൽ കുട്ടികളിൽ ഉപയോഗിക്കുന്ന ഈ ലേസ് പോലുള്ള ആഹാരങ്ങൾ, ഇതൊക്കെയാണെങ്കിൽ പലപ്പോഴും ആണെങ്കിൽ ലേസ്, അതേപോലെ കുർക്കുറെ അല്ലെങ്കിൽ അങ്ങനെയുള്ള പലതരത്തിലുള്ള ബേക്കറി ആഹാരങ്ങൾ, ഇത്തരത്തിലുള്ള ബേക്കറി ആഹാരങ്ങളൊക്കെ ആണെങ്കിൽ മലബന്ധത്തിലേക്ക് നയിക്കും. പരിഹാരമായിട്ട് നമുക്ക് പറയണമെന്ന് മലബന്ധത്തിലുള്ള പരിഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഹാരത്തിൽ കൂടെ തന്നെ മലശോധന ശരിയാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മരുന്ന് കഴിച്ച് മലശോധന ശരിയാക്കാൻ നിൽക്കരുത്. കാരണം മരുന്ന് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് നിങ്ങൾക്ക് ശരിയാവുമെങ്കിലും കുറച്ച് നാൾ കഴിയുമ്പോൾ മരുന്ന് കഴിച്ചാലും മലശോധന ശരിയാവാത്ത ഒരു അവസ്ഥ വരും. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ അതുകൊണ്ട് തന്നെയാണെങ്കിൽ ആഹാരത്തിൽ കൂടെ തന്നെ ശ്രദ്ധിക്കുക. ചില പരിഹാര മാർഗങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് നെയ്യ് ചേർത്ത്, ഉപ്പ് ചേർത്ത നെയ്യ് ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് മുമ്പ് കഴിക്കുന്നത് മലശോധന ശരിയാകാൻ നല്ലതാണ്. അതുപോലെ തന്നെ ഉഴുന്നുകൊണ്ടുള്ള പലഹാരങ്ങൾ കഴിക്കുന്നത് മലക്ഷയത്തിന് നല്ലതാണ്. എള്ളുകഞ്ഞി കുടിക്കുന്നത്, അതായത് അരിയും എള്ളും കൂടി ഇട്ട് കഞ്ഞി കുടിക്കുന്നത് മലശോധനയ്ക്ക് നല്ലതാണ്. അതേപോലെ തന്നെ ചുക്ക്, എള്ള്, ശർക്കര കഴിച്ച് മീതെ പാൽ കുടിക്കുക, ഇതും മലശോധനയ്ക്ക് നല്ലതാണ്. ത്രിഫല നിത്യമായിട്ട് കഴിക്കുന്നത്, മേമ്പൊടിയായിട്ട്, അതായത് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ത്രിഫല കഴിക്കുന്നത് മലശോധനയ്ക്ക് നല്ലതാണ്. ഇതിനൊപ്പം തന്നെയാണെങ്കിൽ രാത്രിയിൽ നോൺ വെജ്, എരിവുള്ള ആഹാരങ്ങളെ, മസാല അധികമായിട്ടുള്ള ആഹാരങ്ങളെ ഇത് ഒഴിവാക്കുക. അതേപോലെ രാത്രിയിൽ ആണെങ്കിൽ നേരത്തെ ആഹാരം കഴിക്കുക, അമിത ഭക്ഷണം രാത്രി ഒഴിവാക്കുക. രാത്രിയിൽ എപ്പോഴും ലഘുഭക്ഷണം, അത്താഴം, അത്തിപ്പഴത്തോളം എന്നാണ് പറയുന്നത്, ലൈറ്റ് ഫുഡ് വേണം കഴിക്കാൻ. വൈകിട്ടല്ലെങ്കിൽ ഈ പച്ചക്കറികൾ അരിഞ്ഞിട്ടോ അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങളോ ആഹാരമായിട്ട് കഴിക്കുന്നതും മലശോധനയ്ക്ക് നല്ലതാണ്. അതുപോലെ നാരുള്ളതും ആയിട്ടുള്ള പച്ചക്കറികൾ ഉള്ളിൽ ശീലിക്കുക.
ദിവസവും അരമണിക്കൂറെങ്കിലും നടക്കുക, കൃത്യസമയത്തിന് ടോയ്ലറ്റിൽ പോകുന്നത് ശീലിക്കുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മലശോധന കൃത്യമായിട്ടുണ്ടാകുകയും മലബന്ധം പരിഹരിക്കുകയും കോൺസ്റ്റിപ്പേഷൻ ഒരു പ്രശ്നമല്ലാതാകുകയും ചെയ്യാൻ സാധിക്കും.